ആദ്യം എം ഡി പറഞ്ഞത് 3 വർഷം മിണ്ടരുത് എന്നുള്ളതാണ്. എവിടെയും സംസാരിക്കരുത്. ഇത്രയും സംസാരിച്ച എക്സ്പീരിയൻസ് ഉള്ള എന്നോട്, കാരണം പിന്നീട് നമ്മൾ ബിസിനസ്സിൽ വന്ന സന്ദർഭത്തിൽ എന്നോട് സത്യത്തിൽ ആദ്യം എം ഡി പറഞ്ഞത് 3 വർഷം മിണ്ടരുത് എന്നുള്ളതാണ്. എവിടെയും സംസാരിക്കരുത്. ഇത്രയും സംസാരിച്ച എക്സ്പീരിയൻസ് ഉള്ള എന്നോട്, കാരണം നമ്മൾ ബിസിനസ്സിൽ ശിശുവാണ്, ചെറിയ കുട്ടിയാണ്. നമ്മൾ കിതാബിലൊക്കെ ഇബ്തിദായിലാണ്, 1ാം ക്ലാസ്സിലാണെന്ന് പറയുന്ന പോലെ. അപ്പോൾ നമ്മൾ സംസാരം അസ്ഥാനത്ത് ആദ്യം ആയാൽ പിന്നെ ആൾക്കാർ ആ രീതിയിലേക്കാരം നമ്മളുടെ വാക്കുകളെ എടുക്കുക എന്നുള്ളതിൻ്റെ പേരിലാണ് അദ്ദേഹം പറഞ്ഞത് ബിസിനസ്സിൽ ഒരിക്കലും 3 വർഷം നീ മിണ്ടരുത്. അപ്പോൾ അന്ന് നമ്മൾ പാരൻസ് മീറ്റിംഗ്, അതേപോലെ തന്നെ മറ്റിതര മീറ്റിങ്ങുകളൊക്കെ നടക്കും. അപ്പോൾ ഞാൻ എം ഡിയുടെ വാക്കുകൾ, അതേപോലെ ചെയർമാൻ്റെ വാക്കുകൾ, അതല്ലാതെ ജി എമ്മിൻ്റെ വാക്കുകൾ അവരുടെ സദസ്സുകളിൽ പോയിരിക്കും. എപ്പോഴും പോയിരുന്ന അത് അവരെന്താണ് പറയുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കേൾക്കും. അതുപോലെ തന്നെ കേരളത്തിലെ 15ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അവിടെയൊക്കെ യാത്ര ചെയ്തിട്ട് ഇതുപോലെ പാരൻസിനായിട്ട് സംസാരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് എന്തെയും നമ്മൾ കേൾക്കും. പക്ഷെ 3 വർഷം കഴിഞ്ഞിട്ട് ഇതേപോലെ എനിക്ക് അവസരം വന്നു ഇതേപോലത്തെ തന്നെ പാരൻസ് മീറ്റിങ്ങിൽ സംസാരിക്കും. സത്യത്തിൽ ഒരു ബിസിനസ്സുകാരന് വേണ്ട ഗുണങ്ങളിൽ പല ഗുണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ളത്. ആരോടും പേടിയില്ലാതെ സംസാരിക്കാനുള്ള ഒരു കഴിവ് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. അത് സത്യത്തിൽ കിട്ടിയത് മദ്രസ പഠനത്തിൽ നിന്ന് തന്നെയാണെന്ന് പറയാം. അന്ന് അവിടെ നിന്ന് ബുക്ക് വായിച്ച അറിവുകളും ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്.